നാടിന്റെ ചലനങ്ങൾ കൺമുൻപിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സാന്ത്വനം സഹായ പദ്ധതി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ മന്ത്രി ഡോക്ടർ MK മുനീർ നാളെ ഉദ്ഘാടനം ചെയ്യും. വിദ്യയുടെ വിളക്കത്തിരിക്കാം SSF മദ്രസ പ്രവേശനോത്സവം ഉദ്ഘാടനം നാളെ. റെയിൽവേ ട്രാക്കിലെ ബോംബ് പ്രതികൾ പിടിയിൽ, ബോംബ് വെച്ചത് സെന്തിലും സന്തോഷം ചേർന്ന്. ആര്യങ്കാവ് വഴി സ്പിരിറ്റ് കടത്ത് 6 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. അട്ടപ്പാടിയിൽ ആയുധധാരികളെ കണ്ട സംഭവം, അതിർത്തിയിൽ പരിശോധന തുടരുന്നു. ആവശ്യമരുന്നുകൾ സൗജന്യമാക്കാൻ കോടികളുടെ ചിലവിൽ കേന്ദ്ര പദ്ധതി. സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറ്റം തുടരുന്നു, സർവകാല റെക്കോർഡിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം വെള്ളൂരിൽ റെയിൽവേ ട്രാക്കിൽ ബോംബ് വെച്ച പ്രതി സെന്തിൽ പിടിയിലായി. റെയിൽവേ ട്രാക്കിൽ ബോംബ് വെച്ചത് രാത്രി 1 മണിയോടെയാണെന്ന് സെന്തിലിന്റെ മൊഴി. താനും സുഹൃത്ത് സന്തോഷം ചേർന്നാണ് ബൈക്കിലെത്തി ബോംബ് വെച്ചത്. തന്റെ വീടിന് സമീപത്ത് വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്നും നിർമ്മാണത്തിനാവശ്യമായ പാത്രവും അമോണിയം നൈട്രേറ്റും വാങ്ങിയത് സന്തോഷാണെന്നും സെന്തിൽ പോലീസിനോട് വെളിപ്പെടുത്തി. സെന്തിലിനെ തെളിവെടുപ്പിനായി വെള്ളൂരിലെത്തിച്ചു. ഷൊർണൂരിലെ ആൾപ്പാർപ്പില്ലാത്ത ഒരു വീടിന്റെ ഓടിളക്കി ഒളിച്ചു കഴിയുകയായിരുന്നു സെന്തിൽ. ഇന്ന് രാവിലെയാണ് പോലീസ് പിടിയിലായത്. അതേസമയം സെന്തിലിന്റെ മൊഴി അനുസരിച്ച് സന്തോഷിനെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. മാട്ടം സന്തോഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് സ്വർണ്ണ ബിസ്ക്കറ്റ് മോഷണക്കേസിൽ പ്രതിയാണ്. ഈ കേസിൽ 7 വർഷത്തേക്ക് കോലഞ്ചേരി JCM കോടതി ഇയാളെ ശിക്ഷിച്ചിരുന്നു. കേസിൽ അപ്പീൽ നൽകിയ സന്തോഷ് ഇപ്പോൾ ജാമ്യത്തിലാണ്. അതേസമയം സന്തോഷിനെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തെ വഴിതിരിച്ചുവിട്ടതിന് ഓട്ടോ ഡ്രൈവർ പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി ഉപ്പെന്ന വ്യാജേന സ്പിരിറ്റ് കടത്തിയ സംഭവത്തിൽ 6 എക്സൈസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നികുതി വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി K ബാബു നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ ഓണസദ്യ എന്ന പേരിൽ നടത്തിയ വിജിലൻസ് പരിശോധനയിലാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി 16 ദിവസത്തിനിടെ 3 തവണ സ്പിരിറ്റ് കടത്തിയത് കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് ലോറിയിൽ കടത്തിയ 4725 ലിറ്റർ സ്പിരിറ്റ് ഇന്നലെ രാവിലെ തിരുവല്ലയിൽ പോലീസ് പിടികൂടിയിരുന്നു. അട്ടപ്പാടി വനത്തിനുള്ളിൽ അജ്ഞാത സായുധ സംഘത്തെ കണ്ടെന്ന വിവരത്തിൽ ദുരൂഹത തുടരുന്നു. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 5 മണിക്കൂറോളം വനത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. തിരച്ചിൽ ഇന്നും തുടരും. മുക്കാലി മല്ലീശ്വരൻ മലയുടെ താഴ്വാരത്ത് ഒരേപോലെ വസ്ത്രം ധരിച്ച 17 അംഗ സായുധ സംഘത്തെ കണ്ടതായി കക്കുംപടി ഊരിലെ മണിയാണ് അഗളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. വനവിഭവം ശേഖരിക്കുന്നതിനിടെ മണിയെ സംഘം കണ്ടെന്നും അതിലൊരാളുമായി സംസാരിച്ചെന്നും മണി പറയുന്നു. ഏറെ യാത്ര ചെയ്ത് അവശനിലയിലായിരുന്ന സംഘത്തിൽ എല്ലാവരുടെയും കയ്യിൽ ആയുധമുണ്ടായിരുന്നതായും ഇയാൾ പറയുന്നു. ഭവാനിപ്പുഴയുടെ തീരത്തുനിന്ന് 1 കിലോമീറ്ററോളം അകലെയാണ് മണി സംഘത്തെ കണ്ടതായി പറഞ്ഞത്. ഇതനുസരിച്ച് അഗളി പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇയാളുമായി സ്ഥലത്തുപോയി പരിശോധന നടത്തി. എന്നാൽ ഇവിടെ നിന്നും തെളിവുകളൊന്നും ലഭിച്ചില്ല. സംഭവത്തിൽ തമിഴ്നാട് പോലീസും വനം വകുപ്പിനും വിവരം കൈമാറിയിട്ടുണ്ട്. മേഖലയിലെ റോഡുകളിൽ വാഹന പരിശോധനയും കർശനമാക്കി. സൈലന്റ് വാലി വനമേഖലയിൽ പെടുന്ന അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകളടക്കമുള്ള നിരോധിത സംഘടനകളുടെ സാന്നിധ്യമുള്ളതായി നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആവശ്യമരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നു. സർക്കാർ ആശുപത്രികൾ വഴി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ജീവൻ രക്ഷാമരുന്നുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 100 കോടി രൂപ വകയിരുത്തി.
ഉൽപാദകരിൽ നിന്ന് മരുന്ന് നേരിട്ട് സംഭരിച്ച് ആവശ്യക്കാർക്ക് സൌജന്യമായി വിതരണം ചെയ്യുന്ന തമിഴ്നാട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചന. ഉയർന്ന വില മൂലം സാധാരണക്കാർക്ക് ആവശ്യമരുന്നുകൾ അപ്രാപ്യമാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകിയ പദ്ധതിക്ക് പ്രതിവർഷം 4875 കോടി രൂപ വേണ്ടിവരുമെന്നാണ് ആസൂത്രണ കമ്മീഷന്റെ വിലയിരുത്തൽ. മരുന്ന് വിതരണം ഏകോപിപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ തയ്യാറായി കഴിഞ്ഞു. ഇതുവഴി ഓരോ ആശുപത്രികൾ വഴിയും വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ വിവരങ്ങൾ അതേസമയം തന്നെ അറിയാൻ കഴിയും. ആവശ്യം കൂടുതലുള്ള മരുന്നുകൾ സ്റ്റോക്ക് തീരും മുമ്പ് സംഭരിക്കാനും ഇത് അവസരമൊരുക്കും. മരുന്ന് കമ്പനികൾ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് തടയാനും നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദ് അറിയിച്ചു. മരുന്ന് കുറിക്കുമ്പോൾ പൊതുവായ പേരുകൾക്ക് പകരം ബ്രാൻഡ് നെയിമുകൾ എഴുതരുതെന്ന് സർക്കാർ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായി ഗുലാം നബി ആസാദ് അറിയിച്ചു. സുപ്രീം കോടതി തീരുമാനപ്രകാരം പുതുതായി ഹജ്ജിന് അവസരം ലഭിച്ച തീർത്ഥാടകർ ഹജ്ജ് തുക അടച്ചതിന്റെ രശീതിയും ബന്ധപ്പെട്ട രേഖകളും ഇന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇവ 28-നകം മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കാനാണ് നിർദ്ദേശം. ഇത്തവണ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട 197 പേർ ഇതിനകം വിവിധ കാരണങ്ങളാൽ യാത്ര റദ്ദാക്കി. ഇവർക്ക് പകരം തീർത്ഥാടകരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തിന് അനുവദിച്ച ഹജ്ജ് കോട്ടയുടെ 2% പേരുടെ പാസ്പോർട്ടും ബന്ധപ്പെട്ട രേഖകളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വാങ്ങിവച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിൽ മുൻഗണനാക്രമത്തിലുള്ള 147 പേരിൽ നിന്നാണ് ബന്ധപ്പെട്ട രേഖകൾ ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടത്. ഇന്നാണ് ഈ രേഖകൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കേണ്ട അവസാന ദിവസം. ഹജ്ജ് 2012 തിരഞ്ഞെടുക്കപ്പെട്ട ഹജ്ജ് വാളണ്ടിയർമാരുടെ പരിശീലനം ഇന്ന് മുംബൈ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടക്കും. സംസ്ഥാനത്തുനിന്ന് 28 പേരാണ് ഏകദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ നിർബന്ധമായും വളണ്ടിയർമാർ പങ്കെടുക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിശീലന ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഹജ്ജ് യാത്രയ്ക്ക് അനുമതി ലഭിക്കുകയുള്ളൂ. ന്യൂയോർക്കിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന് പുറത്ത് നടന്ന വെടിവയ്പിൽ അക്രമകാരിയുൾപ്പെടെ 2 മരണം, 10ഓളം പേർക്ക് വെടിയേറ്റിട്ടുണ്ട്. സംഭവം ഭീകരാക്രമണമല്ലെന്ന് ഫെഡറൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈയടുത്ത് മറ്റ് 2 വെടിവയ്പ്പുകൾക്കും അമേരിക്ക സാക്ഷിയായിരുന്നു. ജൂലൈ 20 കൊളറാഡോയിൽ തിയേറ്ററിലുണ്ടായ 12 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പും ഓഗസ്റ്റ് 5 സിഖ് ഗുരുദ്വാരയിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പും അമേരിക്കയിലുണ്ടായി. ഫോർമാലിൻ അടങ്ങിയതായി കണ്ടെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 3 പാലുൽപ്പന്നങ്ങൾ കേരളത്തിൽ നിരോധിച്ചു. ദിണ്ടുക്കലിൽ നിന്നുള്ള ഹെറിറ്റേജ് ഫുഡ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഹെറിറ്റേജ് പത്മനാഭ, തിരുനെൽവേലിയിലെ വടക്കൻകുളം സോഫിയ രാജ മിൽക്കിന്റെ ജേഷ്മ മിൽക്ക്, കന്യാകുമാരിയിലെ അരുവാൾമൊഴിയിലെ മൈമ മിൽക്ക് പ്ലാന്റിന്റെ മൈമ എന്നീ പേരുകളിലുള്ള പാലും പാലുൽപ്പന്നങ്ങളുമാണ് 1 മാസത്തേക്ക് കേരളത്തിൽ നിരോധിച്ചത്. പച്ചക്കറി വിലക്കയറ്റത്തിന് പിന്നിലെ ഇടനിലക്കാരുടെ കൊള്ളക്കെതിരെ നടപടി. കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ സംഭരണം സർക്കാർ 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കാനായി ലേലം നിരീക്ഷിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ VFPCK സിഇഒയുടെ നേതൃത്വത്തിലുള്ള സംഘം വട്ടവടയിലെത്തും. സംസ്ഥാനത്തെ ഒരേയൊരു ശീതകാല പച്ചക്കറി ഉൽപാദന കേന്ദ്രമായ കോന്തല്ലൂരിലും വട്ടവടയിലും ഇടനിലക്കാർ ഇടപെടുന്നതായും സർക്കാർ സംഭരിച്ചതിന്റെ ഇരട്ടിയോളം പച്ചക്കറി ഇടനിലക്കാർ സ്വന്തമാക്കിയതായും 3 ദിവസം മുമ്പാണ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിതലത്തിൽ നിർദ്ദേശം വന്നതോടെയാണ് സംഭരണം വർദ്ധിപ്പിക്കാൻ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലും ഹോർട്ടികോർപ്പും തീരുമാനിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ VFPCK 57 ടണ്ണും ഹോർട്ടികോർപ്പ് 99 ടണ്ണും ഇവിടങ്ങളിൽ നിന്ന് ശേഖരിച്ചു. അതായത് 3 ദിവസം കൊണ്ട് 156 ടൺ പച്ചക്കറി സർക്കാർ സംഭരിച്ചു. ആരംഭം മുതൽ പ്രതിദിനം 12 ടൺ എന്ന നിലയിലായിരുന്നു സംഭരണം. ഇതോടെ പ്രതിദിനം 39 ടൺ എന്ന നിലയിലേക്ക് വർദ്ധിപ്പിച്ചു. തിരുവോണം വരെ ഇതേ നിലയിൽ സംഭരിക്കാനും നിർദ്ദേശമുണ്ട്. സർക്കാർ ഏറ്റെടുക്കുന്ന പച്ചക്കറിയുടെ അളവ് വർദ്ധിപ്പിച്ചതോടെ ഇടനിലക്കാർ പിടിമുറുക്കിയിരിക്കുന്ന ലേലം 2 ദിവസമായി ഒഴിവാക്കുകയും ചെയ്തു. പ്രാദേശിക കർഷക സമിതി വഴിയുള്ള ലേലത്തിൽ സമിതി നേതാക്കളും ഇടനിലക്കാരും ഒത്തുചേർന്ന് കർഷകന് തുച്ഛമായ വില നൽകുന്നതായും ചാനലുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത് നിരീക്ഷിക്കാനായി VFPCK അസിസ്റ്റന്റ് മാനേജറുടെ നേതൃത്വത്തിൽ 2 ജീവനക്കാരെ നിയോഗിച്ചു. ഇതിനു പുറമെ സംഭരണം മെച്ചപ്പെടുത്താനുള്ള തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കാനും കർഷകരോട് സംസാരിക്കാനുമായി VFPK സിഇഒ PV പുഷ്പാംഗധരന്റെ നേതൃത്വത്തിലുള്ള സംഘം വട്ടവടയിലെത്തും.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നെറ്റിവിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്ന കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തി നെറ്റിവിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്ന കൺമുന്നിൽ. ആദർശത്തിനാദം ശ്രവണ കുടങ്ങളിൽ ആവേശം, അറിവിൻ നിലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നേരും നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നേരും നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ ഈ ജാലകമിൽ ചേരൂ, നേരിൻ നാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. കേരള സർക്കാരിന്റെ 10ാം ക്ലാസ് തുല്യതാ പഠനം ഗൾഫ് രാജ്യങ്ങളിലും നടപ്പാക്കാനുള്ള പദ്ധതി അന്തിമഘട്ടത്തിൽ. ഈ വർഷം രജിസ്ട്രേഷൻ ആരംഭിച്ച് അടുത്ത വർഷം സെപ്റ്റംബറിൽ പരീക്ഷ നടത്താൻ തക്കവിധം നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. 10ാം ക്ലാസ് പാസ്സാകാതെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തവർക്ക് ഇതിന് തുല്യമായ പരീക്ഷ എഴുതി യോഗ്യത നേടാൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണിത്. ഗൾഫിൽ ഈ പദ്ധതിയുടെ സാധ്യതകൾ വിലയിരുത്താനായി പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി KD ഗോവിന്ദൻകുട്ടി, സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ P ആലസൻകുട്ടി, സാക്ഷരതാ മിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പേഴ്സണൽ കമ്മിറ്റി ചെയർമാൻ സലീം കരുവമ്പലം എന്നിവർ ഇന്ത്യൻ എംബസിയുമായും കോൺസുലേറ്റുമായും UAE-യിലെ വിവിധ സംഘടനകളുമായും ചർച്ചകൾ നടത്തി. 7ാം ക്ലാസ് പാസ്സാകുകയും 17 വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർക്കാണ് SSLC തുല്യതാ പരീക്ഷ എഴുതാൻ സാധിക്കുക. വിവിധ സാഹചര്യങ്ങളാൽ പഠനം പൂർത്തിയാകാനാവാതെ ഗൾഫിൽ കഴിയുന്നവർക്ക് ഇതുവഴി കൂടുതൽ സാധ്യതകൾക്ക് അവസരമൊരുങ്ങുമെന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് KD ഗോവിന്ദൻകുട്ടി പറഞ്ഞു. വിലയിരുത്തുന്നതിനും ഇവിടുത്തെ മലയാളി അസോസിയേഷനുകളും അതുപോലെ എംബസിയും മാധ്യമങ്ങൾ സുഹൃത്തുക്കളും മറ്റുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് നമുക്കിതിലെ എന്തെല്ലാം ഭേദഗതികൾ സംസ്ഥാനം നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ ഗൾഫ് മേഖലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഇതിൽ വരുത്തണം എന്നുള്ളതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ ഈ കമ്മിറ്റി എന്നുള്ള രീതിയിൽ 3 അംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. UAE-യിലെ 9 ഇന്ത്യൻ സ്കൂളുകളിലും ഖത്തറിലെ ഒരു ഇന്ത്യൻ സ്കൂളിലും പരീക്ഷ എഴുതാൻ സൌകര്യം ഏർപ്പെടുത്തും. പാഠ്യപദ്ധതിയിൽ 9 പുസ്തകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗൾഫിലെ പഠിതാക്കൾക്കായി സാക്ഷരതാ മിഷൻ പുസ്തകങ്ങൾ എത്തിക്കും. പാഠ്യഭാഗങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന കാര്യം പരിഗണിക്കും. പൊതു അവധി ദിനങ്ങളിൽ സമ്പർക്ക ക്ലാസ് നടത്തും. തോറ്റാൽ സേ പരീക്ഷ എഴുതാൻ അവസരമുണ്ടാകും. കേരളത്തിൽ ഇതിനോടകം 1 ലക്ഷത്തിനടുത്ത് ആളുകൾ 5 ബാച്ചുകളിലായി പരീക്ഷ പാസ്സായിട്ടുണ്ട്. സംഘടനാ വാർത്തകൾ. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സ്വാന്തനം സഹായ പദ്ധതി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നാളെ വൈകിട്ട് 4:30 ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. സുന്നി മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ SYS സ്റ്റേറ്റ് സെക്രട്ടറി N അലി അബ്ദുള്ള പദ്ധതി വിശദീകരണം നടത്തും. ചടങ്ങിൽ KUADFC ചെയർമാൻ K മൊയ്തീൻ കോയ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, AP അബ്ദുൽ കരീം ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും. വിദ്യയുടെ വിളക്കത്തിരിക്കാമെന്ന ശീർഷകത്തിൽ SSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മദ്രസ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കാലത്ത് 8 മണിക്ക് കോഴിക്കോട് താത്തൂർ ഹിമായത്തുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസയിൽ നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ സയ്യിദ് അലി ബാഫക്കി ഉദ്ഘാടനം നിർവഹിക്കും. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയർ മുഖ്യ പ്രഭാഷണം നടത്തും. ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി, NV അബ്ദുൾ റസാഖ് സഖാഫി, അബ്ദുൽ നാസർ സഖാഫി അമ്പലക്കണ്ടി, അബ്ദുൽ നാസർ ചെറുവാടി ആശംസയർപ്പിക്കും. മതവിദ്യാഭ്യാസ ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തുന്ന മുതഅല്ലിം സ്കോളർഷിപ്പ്, കിതാബ് വിതരണം, ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികൾ ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള കാലയളവിൽ നടക്കും.
സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രവർത്തക സമിതി നാളെ കാലത്ത് 10 മണി മുതൽ കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേരും. മുഴുവൻ അംഗങ്ങളും കൃത്യസമയത്ത് സംബന്ധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അറിയിച്ചു. ചെന്നൈയിൽ മുസ്ലിം ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ചെന്നൈ ഘടകത്തിന്റെ മാസാന്ത സ്വലാത്ത് മജ്ലിസ് നാളെ വൈകിട്ട് 6:30 പുരുഷവാക്കം പൊന്നപ്പ സ്ട്രീറ്റിലുള്ള സുന്നി സെന്ററിൽ നടക്കും. മുഹമ്മദ് ഇർഷാനി നൂറാനി മുഖ്യ പ്രഭാഷണം നടത്തും. യു മുഹമ്മദ് സലീം സിറാജി തമിഴ് പ്രഭാഷണം അവതരിപ്പിക്കും. തമിഴ്നാട് സ്റ്റേറ്റ് SSF വൈസ് പ്രസിഡന്റ് MS നൂറുദ്ദീൻ സഖാഫി മജ്ലിസിന് നേതൃത്വം നൽകും. KA മൻസൂർ ഹാജി, M അഷ്റഫ് ഹാജി, ഇക്ബാൽ ഹാജി എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. പെരുവയൽ കച്ചേരി CM മെമ്മോറിയൽ സെന്റർ ICC 22ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 9:30 മുതൽ 12:30 വരെ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. SMA ജില്ലാ ട്രഷറർ PTC മുഹമ്മദ് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ വിഷയം അവതരിപ്പിച്ചു. വൈകിട്ട് 7 മണിക്ക് മുഹമ്മദ് അബൂബക്കർ സഖാഫി പന്നൂർ പ്രഭാഷണം നടത്തും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. നാളെ നടക്കുന്ന സമാപന ദിക്ർ സമ്മേളനം ഷേഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. MA MM മുല്ലക്കോയ തങ്ങൾ UK അബ്ദുൽ മജീദ് മുസ്ലിയാർ നേതൃത്വം നൽകും. വെള്ളലശ്ശേരിയിൽ ചോലൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിന് കീഴിൽ CM വലുല്ലാഹി ആണ്ട് നേർച്ച ആരംഭിച്ചു. ഇന്നലെ സിദ്ദീഖ് സഖാഫി വെണ്ണക്കോട് മതപ്രഭാഷണം നടത്തി. ഇന്ന് അലവി സഖാഫി കായലം പ്രസംഗിക്കും. നാളെ നടക്കുന്ന ദിക്ർ സമ്മേളനത്തിന് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അസഖാഫി നേതൃത്വം നൽകും. TP അബ്ദുസലാം സഖാഫി വെള്ളലശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തും. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF മുക്കം സെക്ടർ സാഹിത്യോത്സവിന് ഇന്ന് കാരമൂലയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ നിർവഹിച്ചു. നാളെ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം SSF സംസ്ഥാന സെക്രട്ടറി K അബ്ദുൽ കലാം മാവൂർ ഉദ്ഘാടനം ചെയ്യും. മുക്കം ASI ജയചന്ദ്രകുമാർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യും. SSF ഓമശ്ശേരി സെക്ടർ സാഹിത്യോത്സവ് ഇന്ന് പൂളപ്പൊയിലിൽ ആരംഭിച്ചു. SSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ ഉദ്ഘാടനം ചെയ്തു. നാളെ നടക്കുന്ന സമാപന സമ്മേളനം SSF ഓമശ്ശേരി ഡിവിഷൻ പ്രസിഡന്റ് AP അൻവർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ അബൂബക്കർ നിസാമി കടരാന്തിരി വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യും. SSF ഊരകം സെക്ടർ സാഹിത്യോത്സവ് ഇന്നും നാളെയും ഊരകം മമ്പീതിയിൽ നടക്കും. 16 യൂണിറ്റുകളിൽ നിന്നായി 300ഓളം പ്രതിഭകൾ മത്സരിക്കും. ഇന്ന് 2 മണിക്ക് അബ്ദുൽ ഖാദർ അഹ്സനി മമ്പീതി സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യും. നാളെ വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം SYS ജില്ലാ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. KP യൂസഫ് സഖാഫി അധ്യക്ഷത വഹിക്കും. സയ്യിദ് അൻവർ ശിഹാബ് പാണക്കാട് വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിക്കും. മുക്കം കുറ്റിപ്പറമ്പ് CM വലുല്ലാഹി എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ അധ്യയന വർഷം മദ്രസ ആരംഭിക്കുന്നു. ഈ മാസം 29 മദ്രസയുടെ ഉദ്ഘാടനം സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ നിർവഹിക്കും. SYS കോഴിക്കോട് ജില്ലാ ഭാരവാഹികളുടെ യോഗം നാളെ 3 മണിക്ക് ജില്ലാ ഓഫീസിൽ ചേരും. മീറ്റിംഗിൽ മുഴുവൻ ഭാരവാഹികളും സംബന്ധിക്കണമെന്ന് SYS ജില്ലാ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം അറിയിച്ചു. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. സ്നേഹത്തിൻ ശീലുമേറ്റാൻ ധർമ്മത്തിൻ ശീലമൂട്ടാൻ സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ്. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ RSC ഗൾഫിലെ 500 കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി ഷാർജയിലെ അബു ഷഖാറ, റൌള, അൽവാഹദ യൂണിറ്റുകൾ ഈദ് സ്നേഹസല്ലാപം സംഘടിപ്പിച്ചു. ബദറുദ്ദീൻ സഖാഫി പ്രാർത്ഥന നടത്തി. ഷാർജ, റാസൽ ഖൈമ, കോർഫുഖാൻ എന്നിവിടങ്ങളിൽ നടന്ന വിവിധ പ്രോഗ്രാമുകളിൽ ഡോക്ടർ റഹീം, ഷുഹൈബ് നഈമി, മുജ്തബ സഖാഫി എന്നിവർ ക്ലാസ് എടുത്തു. RSC ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി ദുബൈയിൽ സോണിലെ വിവിധ സെക്ടറുകളിൽ സ്നേഹസല്ലാപം വിനോദ വിജ്ഞാനയാത്ര സംഘടിപ്പിച്ചു. SSFന്റെ പ്രവാസി ഘടകമായ റിസാല സ്റ്റഡി സർക്കിൾ RSC പ്രവാസി മീറ്റ് ഈ മാസം 27
കോഴിക്കോട് സ്റ്റുഡൻസ് സെന്ററിലെ കോൺഫറൻസ് ഹാളിൽ ചേരും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ SSF സംസ്ഥാന സാരഥികൾ സംബന്ധിക്കും. SSF 40ാം വാർഷികം, വിസ്ഡം സ്കോളർഷിപ്പ്, വിസ്ഡം സിവിൽ സർവീസ് അക്കാദമി എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ മീറ്റിൽ അവതരിപ്പിക്കും. കൂടാതെ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്ന ശീർഷകത്തിൽ RSC ഗൾഫ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഉണർത്തു സമ്മേളന പ്രവർത്തനങ്ങൾ മീറ്റിൽ വിലയിരുത്തും. പരിപാടിയിൽ നാട്ടിലുള്ള മുഴുവൻ പ്രവർത്തകരും നേതാക്കളും സംബന്ധിക്കണമെന്ന് റിസാല സ്റ്റഡി സർക്കിൾ ഗൾഫ് കോഓർഡിനേറ്റർ RP ഹുസൈൻ മാസ്റ്റർ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറ്റം തുടരുകയാണ്. ഇന്ന് പവന് 120 രൂപ വർദ്ധിച്ച് 23,080 രൂപയും ഗ്രാമിന് 15 രൂപ കൂടി 2,885 രൂപയുമായി. ഇതാദ്യമായാണ് സ്വർണവില 23,000 കടക്കുന്നത്. വ്യാഴാഴ്ച പവന് 160 രൂപയും ഇന്നലെ 80 രൂപയും വർദ്ധിച്ച് 22,960 രൂപയായിരുന്നു. ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വവും ഉത്സവ വിവാഹവേളകളിലെ വർദ്ധിത ആവശ്യവും നിക്ഷേപകരുടെ സ്വർണത്തോടുള്ള അമിത താൽപര്യവുമാണ് സ്വർണവില കുതിക്കാൻ കാരണം. 2 മാസം മുമ്പാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണം പവന് 22,000 രൂപ കടന്നത്. ഊഹക്കച്ചവടക്കാരുടെ ഇടപെടലും സ്വർണവിലയെ സ്വാധീനിക്കുന്നതായി സൂചനയുണ്ട്. KMIC വാർത്തകൾ. KMICക്ക് ഒരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർത്ത് KMIC ഹൈൽ സോൺ നിലവിൽ വന്നു. KMICയുടെ നിരവധി പ്രവർത്തകരുള്ള ഹൈലിൽ ഇന്നലെയാണ് റാഫി അമാനിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചത്. KMIC ഹൈൽ സോൺ ഓൺലൈൻ പ്രഖ്യാപനം KMIC അമീർ നാസിറുദ്ദീൻ അൻവരി വടുതല നിർവഹിച്ചു. KMIC ഹൈൽ സോൺ ചെയർമാനായി മജീദ് പിലാശ്ശേരിയെയും സെക്രട്ടറിയായി അബ്ദുറഹ്മാൻ ഓമശ്ശേരിയെയും ട്രഷററായി നസീർ സംഗമത്തെയും തിരഞ്ഞെടുത്തു. നിലവിൽ വന്ന KMIC ഹൈൽ സോൺ ഓൺലൈൻ കൂട്ടായ്മ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ KMIC ന്യൂസ് ടൈമിനോട് പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാന്ത്വനം സഹായ പദ്ധതി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ മന്ത്രി ഡോക്ടർ MK മുനീർ നാളെ ഉദ്ഘാടനം ചെയ്യും. വിദ്യയുടെ വിളക്കത്തിരിക്കാം SSF മദ്രസ പ്രവേശനോത്സവം ഉദ്ഘാടനം നാളെ. റെയിൽവേ ട്രാക്കിലെ ബോംബ് പ്രതികൾ പിടിയിൽ. ബോംബ് വെച്ചത് സെന്തിലും സന്തോഷം ചേർന്ന്. ആര്യങ്കാവ് വഴി സ്പിരിറ്റ് കടത്ത് 6 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. അട്ടപ്പാടിയിൽ ആയുധധാരികളെ കണ്ട സംഭവം അതിർത്തിയിൽ പരിശോധന തുടരുന്നു. ആവശ്യമരുന്നുകൾ സൗജന്യമാക്കാൻ കോടികളുടെ ചിലവിൽ കേന്ദ്ര പദ്ധതി. സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറ്റം തുടരുന്നു. സർവകാല റെക്കോർഡിൽ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബൈലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC_newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.